ഹലോ, എച്ച് ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാ സുഹൃത്തുക്കൾക്കും. നമ്മൾ വേനൽക്കാലത്ത് പോത്തുകൾക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. പോത്ത് വളർത്തുമ്പോൾ വേനൽക്കാലത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ കൂടുതലും വൈക്കോലാണ് പോത്തുകൾക്ക് കൊടുക്കുന്നതെങ്കിൽ, പോത്തുകൾക്കും മൂരികൾക്കും വൈക്കോലാണ് കൊടുക്കുന്നതെങ്കിൽ വെള്ളം ധാരാളം കുടിക്കാൻ കൊടുക്കുക. നല്ലപോലെ കഴുകി കൊടുക്കുക. വെള്ളം നനച്ചു കൊടുക്കുക. 2-3 പ്രാവശ്യം ഒരു ദിവസം വെള്ളം നനച്ച് കൊടുക്കുക. അതുപോലെ വൈക്കോലല്ല ഇപ്പോൾ നമുക്കിപ്പോൾ സുലഭമായിട്ട് ഇപ്പോൾ കിട്ടുക വൈക്കോലുള്ളൂ. പുല്ല് കിട്ടില്ല. പുല്ല് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വെള്ളം അവർക്ക് അധികം ആവശ്യം വരില്ല. 80% ഇതിൽ വെള്ളമാണ് പുല്ലിൽ, പച്ചപ്പുല്ലിൽ. പക്ഷേ പച്ചപ്പുല്ല് ഇപ്പോൾ നമുക്ക് കിട്ടാൻ വഴിയില്ലല്ലോ. ഇപ്പോൾ നമ്മൾ വൈക്കോലാണ് കൊടുക്കുന്നത്. ഞാനൊക്കെ വൈക്കോലാണ് കൊടുക്കുന്നത്. വൈക്കോല് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവർക്ക് മറ്റൊരു ടൈമിൽ കുടിക്കുന്നതിൻ്റെ 4 ഇരട്ടി വെള്ളം കുടിക്കും വൈക്കോല് കൊടുക്കുമ്പോൾ. ഉണങ്ങിയ സാധനമാണല്ലോ വൈക്കോല്. വൈക്കോല് കൊടുക്കുമ്പോൾ നല്ലപോലെ വെള്ളം വേണം. അതുപോലെ നനച്ച് കൊടുക്കണം. മൂരികൾക്ക് അത്ര കുഴപ്പമില്ല. പോത്തുകൾക്ക് ഒരു ദിവസം 3 പ്രാവശ്യം നമ്മൾ നനച്ച് കൊടുക്കണം. എന്നെങ്കിലേ അവരുടെ ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടണം. അതാണ് ഞാനൊക്കെ ചെയ്യൽ. നമ്മളിപ്പോൾ ഇവിടെ 3 വർഷമായിട്ട് പോത്ത് വളർത്തലാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യലതാണ്. ഇപ്പോൾ പുല്ലിന് ഭയങ്കര ക്ഷാമം. വൈക്കോലാണെങ്കിൽ ഇപ്പോൾ ഇഷ്ടംപോലെ കിട്ടും. വൈക്കോലിന് വില കുറവാണല്ലോ. വൈക്കോലിനിപ്പോൾ എത്രയേ വിലയുള്ളൂ? 150-160 ഉറുപ്പ്യൊക്കെ കൊടുത്താൽ വൈക്കോല് കിട്ടും. വൈക്കോല് നമ്മൾ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വെള്ളം ധാരാളം കുടിക്കാൻ കൊടുക്കുക, നനച്ച് കൊടുക്കുക. ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാ സുഹൃത്തുക്കൾക്കും. നമ്മളെ പോത്തുകുട്ടന്മാരുടെ വിശേഷമാണ് ഇന്ന്. ഇവർക്കിപ്പോൾ പച്ചപ്പുല്ലൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ വെറും വൈക്കോലും വെള്ളമാണ് കൊടുക്കുന്നത്. ക്ഷീണം പറ്റിയിരിക്കുന്നു. ഇപ്പോൾ വേനൽക്കാലമായിട്ട് പുല്ലില്ലായിട്ടേ. മൂരിയൊക്കെ ഇവരൊക്കെ എത്ര പുല്ല് ചെയ്യുന്ന ആളാണ്. ഓനിപ്പോൾ വൈക്കോല് മാത്രമാകുമ്പോൾ ബുദ്ധിമുട്ട് പോലെ. അല്ലാതെ ഇപ്പോൾ വൈക്കോലിൻ്റെ ഇപ്പോൾ അങ്ങനെ കിട്ടാൻ വഴിയില്ലല്ലോ. പച്ചപ്പുല്ല് ഇങ്ങനെ നനച്ചുണ്ടാക്കുന്നിടത്തൊക്കെ ഉണ്ടാവില്ല. അങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമില്ല. ഇവിടുന്നൊക്കെ വെട്ടി ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ തന്നെ വൈക്കോല് കുറച്ച് വാങ്ങിക്കുകയാണ്. വൈക്കോലാണ് ഇപ്പോൾ നമ്മൾ കാര്യമായിട്ട് ഇപ്പം ഇവർക്ക് കൊടുക്കുന്നത്. വൈക്കോലും വെള്ളവും. പിന്നെ നമ്മളിവിടെ തീറ്റ കൊടുക്കുന്നത് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു കൈതീറ്റയൊന്നും കൊടുക്കുന്നില്ല. നമുക്കിവിടെ ഒരു വേസ്റ്റ് പ്രൈസിൽ അനുഭവിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിപ്പോൾ ഒരു മാസം കൂടി കഴിഞ്ഞാൽ കൈതീറ്റയുടെ ഒന്ന് മാറ്റി കൊടുക്കണം. ഇപ്പോൾ തേങ്ങാപ്പിണ്ണാക്ക് ഞാൻ ഇവിടെ തേങ്ങാപ്പിണ്ണാക്ക് കൊടുക്കലില്ല. അത് 25-20 ഉറുപ്പ്യൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ വാങ്ങാൻ കിട്ടും. അത് കുറച്ച് മിക്സ് ചെയ്ത് തവിടും അതുകൂടി മിക്സ് ചെയ്ത് കൊടുക്കണം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. ഇപ്പം നമ്മൾ